സിംഗപ്പൂർ വെച്ച് കാണാം. ബ്രൈഡിൻ്റെ വിശേഷങ്ങളും ദീപികയുടെ വെഡിങ് ഡേയുടെ ഫണ്ണൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ഹായ് ഗൈസ്, ഞങ്ങളിതാ ലൊക്കേഷനിലെത്തി. ഈ ഫ്ലാറ്റിലാണ്. അപ്പം ഞങ്ങൾ ലിഫ്റ്റ് എവിടെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. മേളിൽ പോകണം. ഓക്കെ, എന്തോ ഓക്കെ, അപ്പുറത്തൊരു ലിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഉറങ്ങാത്തത് കൊണ്ട് ഉറക്കക്ഷീണം. അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ബാക്കി വിശേഷങ്ങൾ റെഡിയാക്കുന്നത് കാണിക്കാം. ഓക്കെ, ബൈ. ലിഫ്റ്റ് കിട്ടിയോ? അയ്യോ, നിൽക്കാം.
ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് മുഹൂർത്തം ചേഞ്ചും കഴിഞ്ഞ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുക. ക്യാബ് ഇപ്പോൾ വരും ഒരു 5 മിനിറ്റ്സിൽ. ഇനിയിപ്പം മുമ്പ് താമസിച്ചിരുന്ന ഹോട്ടലിൽ പോയി ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഹോട്ടലിലോട്ട് പോകണം. അപ്പം ഞങ്ങൾ ചെക്കൗട്ട് ടൈം ആയതുകൊണ്ട് ഞങ്ങളിനി ഓടി അങ്ങോട്ട് പോകാൻ പോവാം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ. ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പം ഈ അമ്പലങ്ങളോട് ചേർന്ന് തന്നെ ഈ കാണുന്നില്ല ഇതുപോലെ ഹാളുണ്ട്. അപ്പം അവിടെ നമുക്ക് കല്യാണം ഒക്കെ വളരെ സൗകര്യത്തോടെ നടത്താൻ പറ്റും. ലൈക്ക് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഈ അമ്പലങ്ങളിലേക്ക്. നമുക്ക് അകത്ത് കയറി നമ്മൾ ഇന്ത്യയിലാണെന്നേ തോന്നും. നമ്മൾ ക്യാബിൽ കയറി ഇനി അങ്ങ് എത്തിയിട്ട് നമുക്ക് പാക്കൊക്കെ ചെയ്ത് അടുത്തടുത്തോട്ട് പോകണം. വെരി ടയർഡ്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഹോട്ടലിലെത്തി, ഐബിസ്. ഇനി ഭയങ്കര ക്ഷീണിച്ചു. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാ. അപ്പം ഇനി കൂടുതൽ വ്ളോഗൊന്നും എടുക്കാൻ വയ്യ, പിന്നെ അതിനുള്ള ശക്തിയില്ല. അപ്പം ഇനി ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റ് കുറച്ച് ബോധത്തോടെ വന്നിട്ട് ബാക്കി വ്ളോഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹായ് ഗൈസ്, ഫൈനലി ഞങ്ങൾ കുറച്ച് ഉറങ്ങി എണീറ്റു. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് പോവാം. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, പോവാം. ലൈക്ക് പുറത്തിറങ്ങി തോന്നിടത്തോട്ട് പോവാം, അതാണ് പ്ലാൻ. സോ ലെറ്റ്സ് ഗോ. ഈ കാണുന്ന ഹോട്ടലിലാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ഡയറക്ഷനിലോട്ടാണ് ഇപ്പോൾ പോവേണ്ടത്, ബസ് പിടിക്കാൻ. നമ്മളിപ്പോൾ പുറത്തിറങ്ങി നമ്മളിന്ന് ബസ്സിൽ പോകാൻ വേണ്ടി നോക്കുക. ബസ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറീന ബേ സാൻഡ്സിൽ പോകും. ഓക്കെ ഗൈസ്, നമ്മുടെ ആദ്യത്തെ MRT റൈഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൻഡ് ബസ് റൈഡ് രണ്ടും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാർഡും എടുത്തു. ഇനി നമ്മൾ പുറത്തിറങ്ങാം. സോ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ MRT. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി നാളെ തൊട്ട് ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ലൈക്ക് വി വാണ്ടഡ് ടു എക്സ്പ്ലോർ ദിസ്. അപ്പോൾ അതാണ് ഇന്നിപ്പം മാറ്റിക്കടക്ക് എടുത്ത് പോയത്. യെസ്, നമ്മളെത്തി. ബർത്ത്ഡേ ബോയ് കൊണ്ട് നമ്മൾ ബർത്ത്ഡേ ബോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസീനയിൽ പോകാൻ പോകുന്നു. എന്തൊരു ചിരി. എനിക്ക് താഴെ കാണട്ടെ. ഓ വാവ്, ചേടാ, ഇതല്ലേ നമ്മൾ കാണാൻ വന്നത്. ഇത്രയും വലിയ കസീനോ പോയിട്ടുണ്ടോ? ഞാൻ കസീനോയിലെ ആദ്യമായിട്ടാണ് പോണേ. നൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ സക്സസ്ഫുള്ളി മറീന ബേ സാൻഡ്സിലെ കസീനോ പോയിട്ട് എന്ത് സംഭവിച്ചു? $75 ജയിച്ചു. യെസ്, എൻ്റെ ലൈഫിലെ ആദ്യത്തെ കസീനോ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു സുമു? നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല പ്ലെയർ ആണ്. അതെ, സുമോൺ എൻ്റെ ഗുരു. എന്തായാലും നമ്മൾ $75 ജയിച്ചു. ഓക്കെ, നമ്മൾ നഷ്ടമൊന്നും വരുത്തിയില്ല. സോ മിഷൻ സക്സസ്ഫുൾ. ഇനി നമുക്ക് വീട്ടിൽ പോയി. ഇപ്പോൾ തന്നെ 11 വിശക്കുന്നു. ഇനി ഫുഡൊക്കെ കാണും.
അറിയില്ല. ഇവിടെ ആക്ച്വലി എല്ലാം ക്ലോസ് ആവും പെട്ടെന്ന്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടയ്ക്കുന്നതിന് പറ്റിയില്ലെങ്കിൽ $75 ടാക്സിക്കാണ് കൊടുക്കേണ്ടത്. വേഗം നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ മറീന ബേ സാൻഡ്സ് നിന്ന് MRT ഒക്കെ പിടിച്ച് ഇപ്പം ലിറ്റിൽ ഇന്ത്യയിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്നൊരു 2 ബസ് കയറി നമ്മുടെ ഹോട്ടലിൽ പോകും. അപ്പം നമ്മൾ വീടെത്തും. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഇന്നിപ്പം ചെന്ന റെസ്റ്റൊക്കെ എടുക്കും. അപ്പം നാളെ നമുക്ക് ഉറങ്ങി ഫ്രഷായിട്ട് നാളെ കുറച്ചുകൂടെ സർപ്രൈസ് ഉണ്ട്. നാളെ തൊട്ട് കുറച്ചും കൂടെ നമ്മുടെ ട്രിപ്പ് രസമാവാൻ പോവുക. അപ്പോൾ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ടുമോറോ. ഓക്കെ, അപ്പം നാളെ കാണാം. ബൈ ബൈ പറയും. ബൈ ബൈ.